പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് ഇ പി ജയരാജൻ, സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് SRP, സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കളെ, യുവജന സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പ് വരെ റഹീമിൽ നിന്ന് ആരംഭിച്ച് സഖാവ് ഇ പി ജയരാജനിൽ അവസാനിച്ച അണമുറിയാത്ത ഈ മനുഷ്യച്ചങ്ങല പലയസ്ഥലത്തും മനുഷ്യച്ചങ്ങലയല്ല, മനുഷ്യ മതിലായി, കോട്ടയായി, ഒരു ഉജ്ജ്വലമായ ഒരു സമരം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിനുതകുന്ന രീതിയിലൊരു ജനകീയ ശക്തിയായി ഇവിടെ ഓരോ മേഖലയിലും സമാപിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യം സംബന്ധിച്ചെല്ലാം അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിലുമൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ പ്രമുഖരായ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ രാജ്ഭവന്റെ മുമ്പിൽ ഒത്തുചേർന്ന ഈ മനുഷ്യ ചങ്ങലയ്ക്ക് ശേഷമുള്ള ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കാനുള്ള സമരം. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ വർഗ ഭോജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യച്ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വെല്ലുവിളി, ഇപ്പോൾ കേരളത്തോട് എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞതിന്റെ കൃത്യമായ അർത്ഥം എന്താ? കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞതാണ്, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. പെൻഷൻ നൽകാനാവുന്നില്ല. ഇപ്പോഴ് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പൊ 1600 അത് വർദ്ധിപ്പിക്കും. കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു മുമ്പ് നടത്തിയിരുന്നത്. സാധിക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനപരമായ നിരവധിയായ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏതാണ്ട് 64,000 കോടിയുടെ വിഹിതവും അതുപോലെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന പണവും